എന്താ പാത്രത്തിൻ്റെ ഉള്ളിൽ കയറുന്നിട്ടാണോ കഴിക്കാൻ പോകുന്നത്? അത് വല്ലാത്തൊരു നാടകം. ഹലോ ഗൈസ്, ദിസ് ഈസ് നവീൻ കപ്രീഷ്യസ് സാമ്പോസ് ആൻഡ് ഡിസ്ലിവ മാത്താങ്കീരി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് പൂച്ചയുടെ വീഡിയോ കാണിച്ച് തരൂ, കിട്ടുണ്ണി വട്ടുണ്ണി കിണറുണ്ണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പൂച്ചയുടെ വീഡിയോ കാണിച്ച് തരാം എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാവരും ജനലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുണു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫേമസ് താരം വട്ടുണ്ണി. ഓക്കെ, കണ്ടോ അപ്പോൾ ഇവിടെ ഇതിപ്പം ഈ പൂച്ചകൾക്കൊക്കെ കൊടുക്കുന്നത് എന്താ പറയുക, ക്യാറ്റ് ഫുഡ് മാത്രമാണ് ഇതുങ്ങൾ അടങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള പേപ്പറിൽ വെച്ചിട്ടാണ് ന്യൂസ് പേപ്പർ എടുക്കുന്നത്. ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഗൈസ്, പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ഫുഡ് വേണം, പിന്നെ കുറച്ച് പേപ്പേഴ്സ് വേണം, പിന്നെ ട്രേ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ വയ്ക്കും. ഓക്കെ, കമോൺ. ഇവിടെ വേണ്ട, കുറച്ചധികം പൂച്ചകളുണ്ട്. അപ്പം ഇതിൻ്റെ അളവ് കോലുകളുണ്ട്. അപ്പോൾ അളവ് കോലുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോണം, ഇത് എൻ്റെ പൂച്ച ജീവിതം. നിർത്തടി. കണ്ട, വളരെ ആൻസറുള്ള പൂച്ചയാണ്. തരാം, അടങ്ങ അവിടെ. എല്ലാവരും ബാബാ ഗായ്സ്. അപ്പം എൻ്റെ പൂച്ചക്കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഒരു ആക്രാന്തം കാണിച്ചു തുടങ്ങി ഗായ്സ്. കണ്ടോ, പാത്രത്തിനുള്ളിലൊക്കെ കയറി നിന്നിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന് ജില്ലെന്ന് പേരിട്ടേക്കുന്നത്. ഒരു വട്ടുണ്ണി ഉണ്ടായിരുന്നു, അത് എവിടെയോ പോയിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടും അവൾക്ക് ഫുഡ് വേണ്ട. എടി, നിന്റെ വട്ട് കാണിക്കാനുള്ള സ്ഥലമല്ല, മര്യാദയ്ക്ക് വാങ്ങിങ്ങോട്ടേക്ക്. നിനക്ക് ഫുഡ് വേണോ വട്ടു? ഇങ്ങനെ ബാ. ഇവിടെ ആള് ജഗജില്ലയാണ്, കടിക്കൊക്കെ ചെയ്യും കേട്ടോ. പാവം, എന്ത് പറ്റിയെന്ന്. ഇതൊക്കെയാണ് പൂച്ചകളുടെ വിശേഷം. ഇവിടെ പലരും വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്ന പൂച്ചകളാണ്. അപ്പോൾ